പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീട്ടില് കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ട് കുറച്ചധികം ദിവസമായി. അവിടെ വീട്ടിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ചേച്ചി കാരണങ്ങൾ നിരത്തുന്നുണ്ട്. മക്കളാരും വരുന്നില്ല, ഭർത്താവ് വന്നിട്ട് ഒച്ചപ്പാടാണ്, ദേഷ്യപ്പെടലാണ്, പ്രാർത്ഥനയെല്ലാം ഇരുന്നാൽ മക്കളെ ഉറക്കം തൂങ്ങലാണ്. അതുകൊണ്ട് പ്രാർത്ഥന ഇപ്പം ഇല്ല, കാലങ്ങളായിട്ട് കുടുംബ പ്രാർത്ഥനയില്ല. ഇന്ന് ആർച്ച് ഡീക്കനായ രക്തസാക്ഷിയായ വിശുദ്ധ വിൻസെൻറ്റിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഈ ഒരു സംഭവം ഒന്ന് ധ്യാനിക്കണം. ഞങ്ങൾ സത്യദൈവത്തെ പ്രതി എന്തും സഹിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ സത്യദൈവത്തെ പ്രതി എന്തും സഹിക്കാൻ തയ്യാറാണ്. പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഭർത്താവ് പിണങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന നിർത്തിവെക്കുന്ന, മക്കൾ ഉറങ്ങുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥനയിൽ താല്പര്യം കുറഞ്ഞു പോകുന്ന നമ്മളെ നോക്കി കർത്താവ് ചോദിക്കും. നമ്മളുടെ മുൻപിൽ നിന്ന് ഈ വിശുദ്ധൻ ഇങ്ങനെ വെല്ലുവിളിക്കും, ഞങ്ങൾ സത്യദൈവത്തെ പ്രതി എന്തും സഹിക്കാൻ തയ്യാറാണ്. ജീവൻ പോലും കൊടുക്കാനായിട്ട് മനുഷ്യർ ഇങ്ങനെ തയ്യാറായി നിന്ന ഒരു ദൈവത്തിന് വേണ്ടിയിട്ട് ആ കർത്താവിൻ്റെ തിരുമുൻപിൽ നിന്നിട്ട് ചില അപമാനങ്ങൾ സഹിക്കാൻ നമ്മൾക്ക് ഇപ്പോഴും പറ്റണില്ല. ചില കളിയാക്കലുകൾ, കൂട്ടുകാർ കളിയാക്കണമെന്ന് പറഞ്ഞ് പള്ളിയിൽ പോക്ക് നിർത്തിയിരിക്കുന്ന എത്ര പിള്ളേരുണ്ടെന്നോ നമ്മുടെ കൂടെ ഉണ്ടെന്നേ, ഇല്ലാത്തതല്ല. കൂട്ടുകാർ കളിയാക്കുന്നു, ചോദിച്ചത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാത്ത, പരിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത എത്രയോ പേരുണ്ട്. കുമ്പസാരിക്കാനായിട്ട് പോവാതിരിക്കാൻ പല കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള എത്രയോ പേരുണ്ട്. ഞങ്ങളുടെ കർത്താവിനെ പ്രതി, സത്യദൈവത്തെ പ്രതി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത ആർച്ച് ഡീക്കനായ വിശുദ്ധ വിൻസെൻ്റ് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് മഹാരക്തസാക്ഷികളുടെ തിരുനാളുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. 20-ാം തീയതി വിശുദ്ധ സെബസ്ത്യാനോസ്, 21-ാം തീയതി വിശുദ്ധ ആഗ്നസ്, ഇന്ന് ആർച്ച് ഡീക്കനായ വിശുദ്ധ വിൻസെൻ്റ്. അവർക്കൊക്കെ മരിക്കാനായിട്ട് ഒരു കാരണമേ ഉണ്ടായുള്ളൂ. ആ കാരണത്തിൻ്റെ പേര് ക്രിസ്തു ആയിരുന്നു. അവർ മരിക്കാനും ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാരണത്തിൻ്റെ പേരും ക്രിസ്തു ആയിരുന്നു. അവർക്ക് മരിക്കാനും അവർ മരിക്കാനും ഒറ്റ കാരണം, അത് ക്രിസ്തു എന്നായിരുന്നു. ഈ സത്യദൈവത്തെ പ്രതി എന്തും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കുറച്ച് പട്ടിണിക്കൊക്കെ ഇട്ടിട്ട് ഇനി വിശ്വാസം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് ബിഷപ്പ് വാലേരിയൂസിൻ്റെ കൂടെ വരുന്ന എല്ലാവരോടും ഡയക്ലേഷ്യൻ ചക്രവർത്തി ആവശ്യപ്പെടുമ്പോൾ ഈ ഡീക്കനാണ് ധൈര്യത്തോടെ പറയണത്, നടക്കില്ല, ഞങ്ങളുടെ സത്യദൈവത്തെ പ്രതി ഞങ്ങൾ എന്തും സഹിക്കാൻ തയ്യാറാണ്. ഉടനെ തന്നെ വലേരീസ് എന്ന് പറയുന്ന ബിഷപ്പിനെ നാട് കടത്തുന്നുണ്ട്. എന്നിട്ട് ഡീക്കനെ പിടിച്ച് പീഡനങ്ങൾ ആരംഭിക്കുന്നുണ്ട്. നിസ്സാര പീഡനമൊന്നുമല്ല, പിന്നെ ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ട് അദ്ദേഹത്തിങ്ങനെ കൊളുത്തി വലിക്കുന്നു. അവിടെ മുറിവേൽക്കുന്ന ഇടങ്ങളിൽ മുളക് പൊടി പുരട്ടുന്നു. എന്നിട്ട് ചൂടുള്ള പലകയിലിരുത്തുന്നു, ഇങ്ങനെ പഴുപ്പിച്ചെടുത്ത പലകയിലിരുത്തുന്നു. എന്നിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ശാന്തമാക്കി സുഖപ്പെട്ടതിന് ശേഷം വീണ്ടും പീഡിപ്പിക്കാമെന്ന ഒരു പദ്ധതിയൊക്കെ ഉണ്ട് അവർക്ക്. പക്ഷേ ആ ജയിലിൽ കിടന്ന അദ്ദേഹം പീഡനങ്ങളുടെ ആധിക്യം താങ്ങാനാവാതെ, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ മരിച്ചു പോകണമെങ്കിൽ എത്ര ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ സത്യദൈവത്തെ പ്രതി എന്തും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് വിളിച്ചു പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല. അങ്ങേയറ്റത്തെ കഠിനമായ ക്രൂര പീഡനങ്ങളുടെ നടുവിലും വിശ്വാസം ഇങ്ങനെ തള്ളിക്കളയാതെ ധൈര്യപൂർവ്വം നിലനിന്ന ഒരു മഹാരക്തസാക്ഷിയുടെ തിരുനാൾ. കൊല്ലപ്പെട്ട ആ രാത്രിയിൽ ജയിൽ മുഴുവൻ പ്രകാശം. മനുഷ്യർ ഇങ്ങനെ വിശുദ്ധിയുടെ പരിമളം കൊണ്ട് ജയിൽ നിറഞ്ഞു നിൽക്കുന്ന കണ്ടിട്ട് രാജാവും കൂട്ടുകാരും പരിഭ്രാന്തരാകുന്നുണ്ട്. ആ ശവശരീരം എടുത്ത് നദിയിൽ കല്ല് കെട്ടിയിടുക എന്ന് പറഞ്ഞിട്ട് കല്ല് കെട്ടിയിട്ട മൃതശരീരം എങ്ങനെയാണെന്നറിയില്ല തീരത്തെ വന്ന് അടിയുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുറിവുകളിൽ ചുംബിച്ച് രോഗശാന്തി നേടിയ ചരിത്രമൊക്കെ നമ്മൾ സഭാചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഇങ്ങനെ കർത്താവിന് വേണ്ടി എന്ത് സഹിക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് ഈ വിശുദ്ധൻ നമ്മളോട് ചോദിക്കുമ്പോൾ, ഒരു കുഞ്ഞു കാര്യങ്ങളുടെ പേരിൽ പോലും നമ്മൾ തിരുത്തല്ലല്ലോ നടത്തണേ, കർത്താവിനെ ഇങ്ങനെ വിട്ടുകളയാണല്ലോ ചെയ്യണേ. നമ്മൾ
കർത്താവിന് വേണ്ടി ഒന്നും സഹിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു, ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. 56-ാമത്തെ സങ്കീർത്തനമാണ്. എപ്പോഴെങ്കിലും ആശ്രയിക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്, പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ജപമാല മുടക്കാതിരിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ലൈഫ് ഇങ്ങനെ ഭംഗിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ, ആരെങ്കിലും ഒരാൾ എതിർത്ത് തുടങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകുന്നതിനും പ്രാർത്ഥന ചൊല്ലുന്നതിനും തടസ്സങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നമുക്ക് ഇതുപോലെ കർത്താവിൽ ആശ്രയിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. പള്ളിയിലേക്ക് പോയി തിരിച്ചു വന്നാൽ ഇങ്ങനെ ചോദ്യങ്ങളോട് ചോദ്യമാണ്. ഒരിത്തിരി വൈകിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കലഹമാണ്. പ്രാർത്ഥന ചെല്ലുന്ന നേരത്തപ്പുറത്ത് മൊബൈൽ ഫോണിൽ പാട്ടിൻ്റെ സൗണ്ട് കൂട്ടിവെക്കുന്ന പ്രിയപ്പെട്ടവരുള്ളൊരു വീടാണ്. അവിടെ വളർത്തുമൃഗങ്ങളെ പ്രാർത്ഥനയുടെ സമയത്ത് ആ പ്രാർത്ഥനാ മുറിയിൽ അഴിച്ചുവിടുന്ന മക്കളുള്ള വീടാണ്. എന്നിട്ടും ആ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അമ്മ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നുണ്ടല്ലോ, അമ്മ കർത്താവിൽ ഇങ്ങനെ ആരെയും കൂസാതെ ജീവിക്കുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ കർത്താവിൽ നിർഭയനായി, ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. ഇന്ന് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് ഇതുപോലെ പരിപൂർണമായി ആശ്രയിക്കാൻ, ഭയമില്ലാതെ നിനക്ക് സാക്ഷ്യം നൽകാൻ വേണ്ട കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മഹാരക്തസാക്ഷികളുടെ ജീവിതത്തിൽ അവർക്ക് പീഡനങ്ങളേൽക്കാനായിട്ടുണ്ടായ കാരണം അവർ ക്രിസ്തുവിനെ പറഞ്ഞു എന്നുള്ളത് മാത്രമായിരുന്നു. ആ ക്രിസ്തുവിന് വേണ്ടിയിട്ട് അവർ മരിക്കാൻ പൂർണ്ണമായ മനസ്സോടെ സന്തോഷത്തോടെ തയ്യാറുമായിരുന്നു. കർത്താവെ, ഞങ്ങൾ ഇതുവരെ അങ്ങേക്ക് വേണ്ടി ഒരു അപമാനങ്ങളും ഏറ്റെടുത്തിട്ടില്ല. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ഇതുവരെ നിന്ദിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ഇതുവരെ ഒരു പീഡനങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല. എന്നിട്ടും കർത്താവെ, ഞങ്ങൾക്ക് പരാതി മാത്രമാണല്ലോ ബാക്കി. ഇവിടെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന, ജീവൻ കൊടുക്കേണ്ടി വന്ന മനുഷ്യർ കർത്താവിനെ സ്തുതിക്കുമ്പോൾ, വീണ്ടും വീണ്ടും വാഴ്ത്തി പുകഴ്ത്തുമ്പോൾ നമ്മൾ പരാതി മാത്രം ബാക്കിയാക്കി കള്ളശിഷ്യന്മാരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. കർത്താവെ, യഥാർത്ഥ ശിഷ്യരാക്കണമേ എന്ന്. വരുവിൻ, നമുക്കും അവനോടുകൂടെ പോകാം, അവനോടൊപ്പം മരിക്കാമെന്ന് പറഞ്ഞ തോമസ് ലീഹായുടെ ആ സ്നേഹവും തീക്ഷ്ണതയും വിശ്വാസ ചൈതന്യവും അതിൻ്റെ ആഴവും നൽകി ആശീർവദിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ ഇതുവരെ എന്തെങ്കിലും അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ ഇതുവരെ ആരെങ്കിലും നമ്മളെ ആരുടെയെങ്കിലും കളിയാക്കൽ നമ്മൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതുവരെയും നമ്മൾ അവൻ്റെ ശിഷ്യരായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കർത്താവെ, ഞങ്ങളെ അവിടുത്തെ യഥാർത്ഥ ശിഷ്യന്മാരാക്കി ശരിക്കുമുള്ള ക്രിസ്ത്യാനികളാക്കി മാറ്റണമേ. അതിനുള്ള പരീക്ഷണങ്ങളും പ്രതിബന്ധങ്ങളും ഞങ്ങളുടെ മുൻപിൽ തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. അത് സാധാരണയില്ലാത്തൊരു പ്രാർത്ഥനയാണ്, പക്ഷേ അത് ശരിക്കും നിങ്ങളെ അവൻ്റെ ശിഷ്യനാക്കിയേക്കും, ഉറപ്പായിട്ടും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,